Good afternoon. Good afternoon, ma'am. Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത്? എവിടെ വരെ എടുത്തു നിർത്തിയത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കംപ്ലീറ്റ് ആയോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശിശുമരണ നിരക്കാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? ഒരു ശിശുമരണ നിരക്കാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് എന്നാ പറയുന്നത്. അവിടെ ജനിച്ച ആ ഒരു ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ ജനിച്ച നവജാത ശിശുക്കളില് ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഒരു കലണ്ടർ ഇയർ അല്ലെങ്കിൽ ഒരു വർഷത്തില് എത്ര കുട്ടികള് ആ ഒരു സ്പെസിഫിക് റെസിഡന്റ് ഏരിയയിൽ എത്ര നവജാത ശിശുക്കൾ ജനിച്ചു. ഇനി ആ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോ അതിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര നവജാത ശിശുക്കൾ മരണപ്പെട്ടു, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതമാണ് നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക് ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ അതിന്റെ ഒരു കൃത്യമായ കണക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതൊരു വർഷത്തില് ആ പർട്ടിക്കുലർ ഏരിയയില് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റില് എത്ര നവജാത ശിശുക്കളാണ് അല്ലെങ്കിൽ ഇൻഫന്റ്സ് ആണ് ജനിച്ചത്, അതിൽ എത്ര പേര് ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ബൈ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ റേറ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ കാൽക്കുലേഷൻ ഒന്ന് നോക്കിയേ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻടു 1000. എന്താണ്? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്, അവിടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെ നവജാത ശിശുക്കളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻടു 1000 ആണ് പറഞ്ഞത്. അവിടെ എന്താ? അവിടെ ജനിച്ചിട്ടുള്ള ആകെ നവജാത ശിശുക്കളുടെ എണ്ണം, അതിൽ എത്ര കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു ഇൻറ്റു 100 ചെയ്താല് നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താണ് അവിടെ ഒരു ഓൾറെഡി കുറച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ ഓൾറെഡി പറഞ്ഞു 2008 കണക്കാണ്. ഒരു സംസ്ഥാനത്തെ 2008 കണക്കനുസരിച്ച് അവിടെ ആകെ ജനിച്ച ആ ഒരു വർഷം ജനിച്ച നവജാത ശിശുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 1,50,000 ആയിരുന്നു. അതിൽ ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ട നവജാത ശിശുക്കളുടെ എണ്ണമാണ് 1300 എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ആ ഒരു ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര പേരാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്? ആ ഒരു വർഷത്തിനുള്ളിൽ 1300 പേരാണ് കുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ ജനിച്ച കുട്ടികളുടെ എണ്ണം എത്രയാ? 1,50,000 ഇൻറ്റു 1000 ചെയ്താണ് നമുക്ക് ആ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. Then ഇനി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ കാണുന്നതിനുള്ള ഫോർമുലയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല ഹോസ്പിറ്റലിൽ കാണുന്ന ഫോർമുലയാണ്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. എന്താ? ഒരു നിശ്ചിത കാലയളവില് അല്ലെങ്കിൽ ഒരു ഗിവൺ പീരിയഡില് ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ് ഡെത്തുകള്, ശിശുമരണ നിരക്കുകള് അല്ലെ, ശിശുമരണം എത്രത്തോളം നടന്നിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലയളവിൽ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ്സിന്റെ കുട്ടികളുടെ ഡിസ്ചാർജും ഡെത്തുകളുടെയും ആകെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഹോസ്പിറ്റലില് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയായി.
ഇതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹോസ്പിറ്റലിൽ കാണാനുള്ള ഫോർമുല. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്, ഒരു നിശ്ചിത കാലയളവില് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ് ഡെത്തുകളുടെ ആകെ എണ്ണം, നമ്പർ ഡിവൈഡഡ് ബൈ total number of infant death discharges and death during that period. ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇൻഫന്റ്സിന്റെ ഡിസ്ചാർജുകളുടെയും ഡെത്തുകളുടെയും ആകെ നമ്പർ ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഓക്കെ ആണോ? ഓക്കെ. Then നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്, അല്ലെങ്കിൽ ഒരു രോഗ വ്യാപനം. ഒന്നുകൂടി പറയണോ? ഏതാണ് പറയേണ്ടത് ജിൻഷ? ഏതാണ് പറയേണ്ടത്? മോർട്ടാലിറ്റി ആണോ? ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണോ ഒന്നുകൂടി പറയാൻ പറഞ്ഞേ? ഓക്കെ. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്കാണ് ഇവിടെ കാണുന്നത്. ശിശുമരണ നിരക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മൾ ഒരു വർഷത്തെ, അതാണ് ഒരു കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ആ ഒരു വർഷത്തില് ഒന്നില്ലെങ്കിൽ ഒരു കൺട്രി, അല്ലെങ്കിൽ രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റില് എത്ര പുതിയ നവജാത ശിശുക്കൾ ജനിച്ചു, അതിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടു, അതാണ് ഇവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. നമ്മൾ അതിലൂടെയാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത്. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ വരുമ്പോ എന്താ, ഒരു വർഷത്തില് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ അവിടെ ജനിച്ചിട്ടുണ്ടാവും അല്ലെ, പുതിയ നവജാത ശിശുക്കൾ ജനിച്ചിട്ടുണ്ടാവും. അതിൽ എത്ര പേരാണ് ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടത്, അവരുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ കാൽക്കുലേഷൻ എന്താ പറഞ്ഞേ, ദ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് divided by the number of resident live births into 1000. അവിടെ ജനിച്ചിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് അല്ലെ, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത്, അവിടെ ജനിച്ച ആ ഒരു വർഷം ജനിച്ചിട്ടുള്ള എല്ലാ നവജാത ശിശുക്കളുടെയും ആകെ നമ്പർ, അതിൽ എത്ര കുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത്, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇൻറ്റു 1000 ചെയ്താൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫോർമുല ആയി. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലില് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ്. ഇതിൽ എന്താ പറഞ്ഞേ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്, ആ ഒരു നിശ്ചിത കാലയളവില് അല്ല ആ ഒരു നിശ്ചിത പീരീഡിനുള്ളില് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ് ഡെത്തുകളുടെ ആകെ നമ്പർ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇൻഫന്റ്സിന്റെ, കുട്ടികളുടെ, നവജാത ശിശുക്കളുടെ ഡിസ്ചാർജ് ആൻഡ് ഡെത്തുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഹോസ്പിറ്റലിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയായി. കിട്ടിയോ? ക്ലിയർ ആയോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ജിൻഷിക്ക് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞേ? എന്താണ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്? രോഗവ്യാപന നിരക്ക് അല്ലെ. നോക്കിയേ, പ്രിവാലൻസ് റെഫർ ടു ആസ് പ്രിവാലൻസ് റേറ്റ്. രോഗവ്യാപന നിരക്ക് എന്നത് എന്താണെന്നാ പറഞ്ഞത്? ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ ഹു ആർ അഫക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ് ഓർ അട്രിബ്യൂട്ട് അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് ഓൺ ടൈം ഓർ ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്. എന്താ, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്ക്, ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലയളവില് ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ ഒരു അട്രിബ്യൂട്ട്, എന്താ ഒരു പ്രത്യേക അവസ്ഥയോ ബാധിച്ചിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതത്തെയാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ്, അവിടെ ബാധിച്ചിട്ടുള്ള ആളുകളുടെ അനുപാതമാണ്. എന്ത് ബാധിച്ചിട്ടുള്ളതാ? ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനില് ഹു ആർ അഫക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ് ഓർ അട്രിബ്യൂട്ട്, എന്തെങ്കിലും ഒരു പ്രത്യേക രോഗമോ അവസ്ഥയോ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതം.
എന്താ മറ്റേ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു നിശ്ചിത കാലയളവില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമില് ആ പോപ്പുലേഷനിലുള്ള എത്ര ആളുകൾക്കാണ് ഒരു രോഗം ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഒരു രോഗമോ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. Then prevalence is a measure of disease that let us determine a person's likelihood of having a disease. എന്താ prevalence എന്ന് പറയുന്നത് is a measure of disease. ഇവിടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, എത്ര ആളുകൾക്ക് ആ രോഗം ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനായിട്ട് നമുക്ക് ഈ പ്രിവാലൻസിലൂടെ സാധിക്കുന്നുണ്ട്. That let us determine a person's likelihood of having a disease. ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ള ഇങ്ങനെ എത്ര പേർക്കാണ്, അതാണ് ഡിറ്റർമൈൻ എ പേഴ്സൺസ്. ഒരു വ്യക്തിക്ക് ആ ഒരു രോഗം വരാൻ സാധ്യതയുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനും നിർണ്ണയിക്കാനും നമുക്ക് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. Then നോക്കി next, so the number of prevalent cases is the total number of cases of disease that exist in a population. എന്താ ഈ ഒരു prevalent കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? is the total number of cases of disease that exist in a population. ഒരു പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന കേസുകളുടെ എണ്ണം, ഒരു രോഗം ബാധിച്ച ഈ രോഗം വന്നിട്ടുള്ള കേസുകളുടെ ആകെ നമ്പറിനെയാണ് നമ്പർ ഓഫ് പ്രിവാലൻസ് കേസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രിവാലൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന രോഗികളുടെ രോഗങ്ങൾ വന്നിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണമാണ് number of prevalent case എന്ന് പറഞ്ഞാലോ. Then the prevalence is measured by dividing the number of persons with the disease or condition at a particular time point by the number of individuals examined. ഇവിടെ ആ ഒരു ഫോർമുല അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് the prevalence is measured by, എങ്ങനെ നമുക്കത് കണക്കാക്കാൻ പറ്റും അല്ലെങ്കിൽ അളക്കാനായിട്ട് സാധിക്കും, മെഷർ ചെയ്യാൻ പറ്റും? by dividing the number of persons with the disease or condition. എന്താണ്? at a particular time point, ഒരു പ്രത്യേക സമയത്ത് എത്ര ആളുകൾക്കാണ് ഈ രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ബാധിച്ചിട്ടുള്ളത്, അവരുടെ ആകെ എണ്ണം divided by the number of individuals examined, അവരെ പരിശോധിച്ചിട്ടുള്ള ആകെ വ്യക്തികളുടെ എണ്ണം. അപ്പൊ അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോവിഡുമായി ബന്ധപ്പെട്ടൊന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ ഒരു ഫോർമുല ഒന്ന് ചിന്തിച്ചു നോക്കി. അവിടെ ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? the number of persons with the disease or condition at a particular time point. ആ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ, നിങ്ങൾക്കറിയില്ല ഇപ്പൊ നമ്മുടെ കോവിഡ് ബാധിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും എന്താ വെച്ചാൽ അതിന്റെ കേസുകളുടെ എണ്ണം വളരെ കുറവായിരുന്നില്ലേ? ആദ്യം വന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അല്ലെ, പോസിറ്റീവായ കേസുകളുടെ എണ്ണം. എന്നാലോ ഒരുപാട് പേര് അവിടെ പരിശോധിച്ചപ്പോ ഒത്തിരി പേര് പോസിറ്റീവായില്ലേ? അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ അതൊന്ന് വെച്ചൊന്ന് നോക്കിയേ, ആ ഒരു ഫോർമുല നോക്കിയേ. the number of persons with the disease or condition at a particular time point. ആ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരുപാട് പേരെ നമ്മൾ പരിശോധിച്ചു. അപ്പൊ അതിൽ ഒരുപാട് പേര് എന്ത് ചെയ്തു? പോസിറ്റീവായില്ലേ? അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. the number of persons with the disease or condition at a particular time. എത്ര ആളുകളാണ് അവിടെ പോസിറ്റീവ് ആയത്, അല്ലെങ്കിൽ എത്ര ആളുകൾക്കാണ് ആ രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിച്ചത്, അവരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ the number of individuals examined, അവിടെ പരിശോധിച്ച ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ എണ്ണം. അപ്പൊ അവിടെ ഒരു 1000 പേരെ പരിശോധിക്കുകയാണെന്ന് വെച്ചാല് അതാണ് ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ 1000 പേരെയും പരിശോധിച്ച് കഴിയുമ്പോ അതിലെല്ലാവരും പോസിറ്റീവ് ആവുന്നില്ലല്ലോ അല്ലെ, കുറച്ച് പേര് നെഗറ്റീവ് ആയിരിക്കും അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ആവുന്നവർ എത്ര പേരുണ്ടോ അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. പുതിയതായിട്ട് വന്ന ആ കേസുകൾ അല്ലെങ്കിൽ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുള്ള ആളുകളുടെ എണ്ണം, അതിൽ എത്ര പേരെയാണോ പരിശോധിച്ചത്, മൊത്തത്തിൽ പരിശോധിച്ച ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിൽ എത്ര പേർക്കാണോ നമ്മൾ പോസിറ്റീവ് ആയത് അവരാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. കിട്ടിയോ? ഒരു ഫോർമുല ക്ലിയർ ആണോ? ക്ലിയർ ആയോ?
അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താണ് ആ ഒരു പ്രിവാലൻസിന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നും കൂടി നോക്കി. പ്രിവാലൻസ് ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇവിടെ രോഗവ്യാപനം, ജസ്റ്റ് മിസ് ആ കോവിഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ആ ഒരു കോവിഡ് പോലെ പകർച്ചവ്യാധികൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡിസീസുകളുടെയും വ്യാപനം അല്ലെങ്കിൽ ആ ഒരു പ്രാബല്യം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രിവാലൻസ് എന്ന് പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് ഇസ് എ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺ, അതായത് ഒരു പോപ്പുലേഷനിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷനുള്ള എത്ര ആളുകൾക്കാണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞതാ, ഈ പ്രിവാലൻസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസീസ്, രോഗം എത്രത്തോളം ആളുകൾക്കുണ്ട് എന്ന് നമുക്ക് അളക്കാനായിട്ട് ഈ പ്രിവാലൻസ് ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു വ്യക്തിക്ക് രോഗം വരാനുള്ള സാധ്യത നിർണ്ണയിക്കാനും നമുക്ക് ഈ ഒരു പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത് വഴി സാധിക്കുന്നുണ്ട്. ദെൻ പ്രിവാലൻസിന്റെ, അതായത് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, the total number of cases of diseases that exist in a population. ആ ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന എന്താണ് ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളുള്ള കേസുകളുടെ ടോട്ടൽ നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറഞ്ഞാലും. ഇനി പ്രിവാലൻസിനെ മെഷർ ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ നോക്കിയത്. the number of persons with the disease or condition at a particular time point by the number of individuals examined. കിട്ടിയോ? ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? Okay. Then നോക്കിയേ, പ്രിവാലൻസ് ഇമ്പോർട്ടൻസ്. ഇനി എന്തൊക്കെയാണ് പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്? The prevalence and incidence of a disease are among the most basic measures in epidemiology. എന്താണ് ഒരു എപ്പിഡെമിയോളജി? സാംക്രമിക രോഗശാസ്ത്രം. അങ്ങനെയുള്ള ഒരു എപ്പിഡെമിയോളജിയിൽ നമ്മുടെ രോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മോസ്റ്റ് ബേസിക് മെഷേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു മെഷർ അല്ലെങ്കിൽ നടപടിയാണ് എന്തെന്ന് പറയുന്നത്, പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ് പറയുന്നത്. ഇപ്പൊ രണ്ടും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളിപ്പോ പ്രിവാലൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻസിഡൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പ്രിവാലൻസും ഇൻസിഡൻസും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു എപ്പിഡെമോളജി, നമ്മുടെ ആ ഒരു സാങ്കേതിക രോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോസ്റ്റ് മെഷർ, ബേസിക് മെഷർ ആണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആ ഒരു രോഗം വരാനുള്ള സാധ്യതയുള്ള ആളുകളുടെ എണ്ണം, രോഗം വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഒക്കെ അടിസ്ഥാനപരമായി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രിവാലൻസും ഇൻസിഡൻസും എന്ന് പറയുന്ന കാര്യങ്ങൾ. Then prevalence is a measure of load of disease in a particular population in a given location and at a particular time as represented in a count of the number of people affected. ഇനി പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? is a measure of load of diseases in a population. ഒരു പോപ്പുലേഷനിൽ, അതായത് ഒരു ഗിവൺ ലൊക്കേഷൻ, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ലൊക്കേഷൻ അവിടെ പറയുന്നുണ്ട്, അവിടുത്തെ ഒരു പർട്ടിക്കുലർ ടൈമും പറയുന്നുണ്ട്. ആ ഒരു കൃത്യസമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏരിയയിലെ പോപ്പുലേഷനിലെ ആളുകൾക്ക് വരുന്ന ഡിസീസിന്റെ ലോഡ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ രോഗം വന്നിട്ടുള്ളവരുടെയൊക്കെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അളക്കാനായിട്ട് നമുക്ക് പ്രിവാലൻസ് യൂസ് ചെയ്യാം. ആസ് റെപ്രസെന്റഡ് ഇൻ എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. അതായത് ഇത് റെപ്രസെന്റ് പ്രതിനിധീകരിക്കുന്ന എന്താണ്? എത്ര ആളുകൾക്ക് അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലെ എത്ര വ്യക്തികൾക്ക് ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ബാധിച്ചിട്ടുണ്ട്, അവരുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് ഈ പ്രിവാലൻസ് വഴി സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്, എത്ര ആളുകൾക്ക് ഈ പറയുന്ന രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ബാധിച്ചിട്ടുണ്ട്, അവരെ കൗണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് ഈ പ്രിവാലൻസ് റേറ്റ് വഴി സാധിക്കും. Then the disease has the highest prevalence. ഇനി ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഏറ്റവും ഹയസ്റ്റ് പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെയുള്ള നമ്മുടെ പകർച്ചവ്യാധികളൊക്കെ ഓൾറെഡി ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഒരു വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തില് എത്ര ആളുകൾക്ക്, അതായത് കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഏതാണ് ഫസ്റ്റ് വൺ വരുന്നത്? കാർഡിയോ വാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. എന്താണ് NCD? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പകർച്ചവ്യാധികളല്ലാത്ത എന്താ മരണങ്ങൾ സംഭവിക്കാവുന്ന, ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാവുന്ന ഒരു ഡിസീസ് ഏതാണ്? കാർഡിയോ വാസ്കുലർ ഡിസീസ് ആണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങള് അല്ലെ, നമ്മുടെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ്. നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ തന്നെയാണ് അല്ലെ. പകർച്ചവ്യാധികളേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രോഗങ്ങൾ വന്ന് മരിക്കുന്നത് ഇങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ കൊണ്ട് തന്നെയല്ലേ. ഇപ്പൊ കാർഡിയോ വാസ്കുലർ ഡിസീസ് ആണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, ഹൈ പ്രിവാലൻസ് റേറ്റ് ഉള്ളത്. ഇപ്പൊ നോക്കി ഏറ്റവും പ്രാബല്യമുള്ള ഒരു ഡിസീസ് ഏതാ? ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. 17.9 മില്യൺ പീപ്പിൾ ഇയർലി, ഓരോ വർഷവും 17.9 ബില്യൺ പീപ്പിൾസിന് എന്ത് വരുന്നുണ്ട്? കാർഡിയോ വാസ്കുലർ ഡിസീസ് വഴി എന്താ NCD ഡെത്തുകൾ, എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഫോളോഡ് ബൈ, ഇനി അടുത്ത വരുന്ന അതിന് കീഴിൽ വരുന്നത് ഏതാണ്? ക്യാൻസർ. Cancer, followed by cancers. 9.3 മില്യൺ ആളുകൾക്കും ക്യാൻസേഴ്സ് വന്നിട്ട് മരണം സംഭവിക്കാറുണ്ട്. Then chronic respiratory disease, ഏറ്റവും എന്താ ഉയരത്തിലുള്ള റെസ്പിറേറ്ററുമായി ബന്ധപ്പെട്ട്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങള് 4.1 മില്യൺ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ഏതാ? ഡയബറ്റിസ്. നോക്കി 2.0 മില്യൺ ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റിസ്. ഡയബറ്റിസ് വന്നവർക്ക് ഒത്തിരി പേർക്ക് കിഡ്നി ഡിസീസുകൾ വന്ന് മരണപ്പെടുന്നില്ലേ? കിഡ്നി ഡിസീസ് ഒക്കെ വന്നിട്ട് ഒത്തിരി പേര്, ഡയബറ്റീസ് ആയിട്ടുള്ള ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വന്ന് മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് 2 മില്യൺ ഓഫ് ആളുകൾ ഡയബറ്റീസ് മൂലം, അതായത് ഡയബറ്റീസ് വന്ന് അതിന്റെ ഭാഗമായിട്ട് കിഡ്നിയെ ബാധിച്ച് അതുമൂലം മരണപ്പെടുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗത്തിന്റെ ഏറ്റവും പ്രാബല്യമുള്ള ാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. അതിന് കീഴിലായിട്ട് ക്യാൻസേഴ്സ് വന്ന് മരിച്ചവരുണ്ട്. ദെൻ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് വരുന്നുണ്ട്. അതിനുശേഷം ഡയബറ്റീസ്. ഇതിന് കീഴിലാണ് ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും വരുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അതിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ. Then next നോക്കി, what increases the prevalence of a disease? ഇനി ഒരു ഡിസീസ് അല്ലെങ്കിൽ രോഗത്തിന്റെ പ്രിവാലൻസ് അല്ലെങ്കിൽ ആ ഒരു രോഗ വ്യാപ്തി അല്ലെങ്കിൽ വ്യാപനം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? നോക്കി, prevalence increases when new disease cases are detected, that is incidence, and prevalence decreases when a patient is either cured or dies. എന്തായിരിക്കും? നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു കോവിഡിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, പ്രിവാലൻസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ എന്താ രോഗവ്യാപനം കൂടുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്? when new diseases cases are detected, പുതിയ രോഗ കേസുകൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോഴാണ് പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കി. കോവിഡ് വന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ പ്രിവാലന്റ് കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ രോഗവ്യാപനം എങ്ങനെയായിരുന്നു? കുറവായിരുന്നു അല്ലെ? രോഗവ്യാപനത്തിന്റെ നിരക്ക് കുറവായിരുന്നില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഒരുപാട് പേര് പോസിറ്റീവായി അല്ലെ? അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് എന്ത് ചെയ്തു? കൂടിയോ? അപ്പൊ അവിടെ എന്താ? പുതിയ കേസസ് എപ്പോഴാണോ നമ്മൾ കണ്ടെത്തുന്നത് ആ സമയത്ത് പ്രിവാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിവാലൻസ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? പുതിയ കേസുകൾ എപ്പോഴാണോ കണ്ടെത്തുന്നത് അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കും. അതേസമയം ഇനി ഇത് കുറയണമെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെയാണെന്നാ പറയുന്നത്? when patient is either
cured or dies. നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് എന്താ വന്ന സമയത്ത് ഒരുപാട് പേര് പോസിറ്റീവ് ആയപ്പോ അവിടെ പ്രിവാലൻസ് റേറ്റ് കൂടി ഇല്ലേ? ഒരുപാട് പേര് പുതിയ പുതിയ കേസുകൾ പോസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ വന്നപ്പോ പ്രിവാലൻസ് റേറ്റ് കൂടി. എന്നാൽ അത് കുറച്ചൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താണ്, ആളുകൾ വാക്സിനേഷൻ എടുത്തു, വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തു. അപ്പൊ എന്ത് പറ്റി? അവരതിൽ നിന്ന് ക്യൂറായില്ലേ, സുഖപ്രദമായില്ലേ? അവരതിൽ നിന്ന് എന്ത് ചെയ്തു? സുഖം പ്രാപിച്ചു ആ രോഗത്തിൽ നിന്ന്, അല്ലെ? അതിൽ നിന്ന് ക്യൂറായി. അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് എന്തായി? കുറയുന്നു. കിട്ടിയോ? അല്ലെന്നുണ്ടെങ്കിലോ ഒരുപാട് പേര് കോവിഡുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടില്ലേ, മരിച്ചുപോയില്ലേ? അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവാലൻസ് റേറ്റ് കുറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പുതിയ കേസുകൾ വരുമ്പോ പ്രിവാലൻസ് റേറ്റ് കൂടും. ഇനി ആ വന്ന കേസുകൾ തന്നെ ക്യൂർ ആവുമ്പോ ആ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമ്പോഴും അല്ലെങ്കിൽ ആ പേഷ്യൻസ് മരിക്കുമ്പോഴും ആ ഒരു പ്രിവാലൻസ് റേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കിട്ടിയോ? ആ കോവിഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് മിസ് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആയോ ആ 2 പോയിന്റ്സ്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. Then types of prevalence. Next നോക്കിയേ, ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രിവാലൻസ് ആണ് ഉള്ളത്? നോക്കിയ 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 3 ടൈപ്പും നിങ്ങൾ നോക്കണം കേട്ടോ. അതിൽ 3 ടൈപ്പും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് 3ഉം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്പർ ഓഫ് കേസസ് ഓഫ് ഡെത്ത് ഇവന്റ് അറ്റ് എ സർട്ടൻ ടൈം, അത് ഏത് ടൈപ്പ് ഓഫ് പ്രിവാലൻസിൽ വരുന്നതാണ് എന്ന രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു സെൻസസ് അങ്ങനെ തന്നെ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്രിവാലൻസിൽ വരുന്നതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്. prevalence എന്ന് പറയുമ്പോൾ the number of cases of health event at a certain time. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫസ്റ്റ് പോയിന്റ് കണ്ട, ഒരു പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്ന പോയിന്റ്, അതായത് അവിടെ ഒരു പ്രത്യേക സമയപരിധി പറഞ്ഞിട്ടുണ്ട്. certain time, ഒരു പ്രത്യേക സമയത്തിനുള്ളില് അവിടെ നടക്കുന്ന ഹെൽത്ത് ഇവന്റ്സ് അല്ലെങ്കിൽ ആരോഗ്യ സംഭവങ്ങള് അല്ലെങ്കിൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പുതിയ പുതിയ കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് പറയാം? ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂ, എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും അതുപോലെയുള്ള ഒരു കോവിഡ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതൊരു എക്സാമ്പിൾ പറയുമ്പോ അപ്പൊ അവിടെ വാക്സിനുകൾ എടുക്കാറില്ലേ? അതുപോലെ ആന്റിബയോട്ടിക്സ് നമ്മൾ ഉപയോഗിക്കാറില്ലേ? അപ്പൊ അത് റെയിനി സീസൺ വരുമ്പോ അതൊരു ഫീവർ ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ വാക്സിൻ എടുക്കുന്നു, ആന്റിബയോട്ടിക്സ് എടുക്കുന്നു. അതൊക്കെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യമല്ലേ? അല്ലെ? ഒരുപാട് നാളെ നീണ്ടു നിൽക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പൊ ഒരു കോവിഡ് വന്ന സമയത്ത് നമ്മൾ വാക്സിൻ എടുത്തു. അപ്പൊ ആ ഒരു കോവിഡിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ അല്ലേ എടുത്തത്? ആ ഒരു സർട്ടൻ ടൈമിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അത് എടുത്തത്? അപ്പൊ അവിടെ നടക്കുന്ന അങ്ങനെയുള്ള കേസുകൾ, അതായത് ഒരു രോഗം വന്നപ്പോ ഒരു കോവിഡ് വന്നപ്പോ നമ്മൾ വാക്സിൻ എടുത്തു. അപ്പൊ ആ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് എത്ര പേര് ആ ഒരു പോപ്പുലേഷനില് ആ പർട്ടിക്കുലർ ടൈമില് ആ ഒരു രോഗത്തിന് വേണ്ടി വാക്സിൻ എടുത്തവരുടെ എണ്ണം. മനസ്സിലായോ? അതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അത് ആ ഒരു സർട്ടൻ ടൈം ഉണ്ട്. ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സമയ പരിധി, ഒരു പ്രത്യേക ടൈമിനുള്ളില് എത്ര ന്യൂ കേസസ് അവിടെ വന്നിട്ടുണ്ട്. അതാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ പോയിന്റ് പ്രിവാലൻസ് എന്താന്നുള്ളത്? നെക്സ്റ്റ് നോക്കിയേ, പീരിയഡ് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി സെക്കൻഡ്, പീരിയഡ് പ്രിവാലൻസ് പറയുമ്പോൾ എന്താണ്? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ്, ഏതെങ്കിലും ഒരു ആരോഗ്യ സംഭവം in a reference to a period. അവിടെ ഒരു പീരിയഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓഫൺ 12 months, 12 മാസത്തിനുള്ളിൽ ആ ഒരു ഗിവൺ പീരിയഡിനുള്ളില് ഒരു പ്രത്യേക ഹെൽത്ത് ഇവന്റ് അല്ലെങ്കിൽ ആരോഗ്യ സംഭവം നടക്കുന്നതിന്റെ പുതിയ നമ്പർ ഓഫ് കേസസ് എത്രത്തോളം ഉണ്ട്. അതിന് നിങ്ങൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാം. എന്താ? ഒരു കോൾഡ് സീസൺ എടുക്കാം. ഒരു വർഷത്തിനുള്ളിൽ ഒരു ഇവന്റ് അല്ലേ ഇത്? ഒരു കോൾഡ് സീസൺ വന്നു അല്ലെ? ആ ഒരു കോൾഡ് സീസൺ വരുമ്പോ എന്താ അവിടെ ഉണ്ടാവാറ്? നമുക്ക് മഴക്കാലാവുമ്പോ ഒത്തിരി പേർക്ക് ആ ഒരു കോൾഡ് ഒക്കെ ഉണ്ടാവാറില്ലേ? ഫീവർ ഉണ്ടാവാറില്ലേ? ഉണ്ടോ?
അപ്പൊ ആ ഒരു സമയത്ത് അതായത് ആ ഒരു പർട്ടിക്കുലർ അതെ കോൾഡ് ഫീവർ മുതലായ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ആണ് അവിടെ നോക്കുന്നത്, ആ ഒരു കോൾഡ് സീസൺ. അപ്പൊ ഒരു 12 മാസത്തിനുള്ളിൽ വരുന്ന അങ്ങനെയുള്ള ഓരോ കാലയളവെടുത്തിട്ട് ആ ഓരോ പീരീഡിലും എന്തൊക്കെ കേസുകളാണ് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ നമ്പർ നോക്കുന്നു. അപ്പൊ ഒരു പോപ്പുലേഷനിലാണ് കണക്കാക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോൾഡ് സീസൺ ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കോൾഡ് സീസണിൽ ആ ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്ക് ഈ പറയുന്ന കോൾഡ് ഉണ്ടായി അല്ലെങ്കിൽ എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ഫീവറുകൾ ഉണ്ടായി അതിന്റെ നമ്പർ ഓഫ് കേസസ് എത്ര എണ്ണമാണ്, അതാണ് നമ്മൾ പീരിയഡ് പ്രിവാലൻസിൽ ചെയ്യുന്നത്. കിട്ടിയോ? പീരിയഡ് പ്രിവാലൻസ് എന്താന്ന് ക്ലിയർ ആയോ? തേർഡ് വൺ നോക്കിയേ, ലൈഫ് ടൈം പ്രിവാലൻസ്. എന്താണ് ലൈഫ് ടൈം പ്രിവാലൻസ്? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ദ ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം ആണ്. എന്താ നമ്മുടെ ആ ഒരു മൊത്ത ജീവിത കാലഘട്ടത്തിലെ പരാമർശിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ കേസുകളുടെ എണ്ണം. ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ പറയണേ? അതായത് ഡിപ്രഷൻസ്, എന്താ ക്യാൻസർ, അത് പറയാം നമ്മുടെ ഒരു ലൈഫ് ടൈം ആയിട്ടുള്ളത് അല്ലെ. എന്താണ് ആൻസൈറ്റി ഡിസോർഡറുകളൊക്കെ ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനിൽ അവരുടെ ലൈഫ് ടൈം കൊണ്ട് നീളം അല്ലെ. നിങ്ങൾ പറഞ്ഞ ക്യാൻസർ ആവാം, ഡയബറ്റിക്സ് അല്ലെ, അതൊക്കെ അവരുടെ ആ ഒരു ലൈഫ് ടൈം മുഴുവനുള്ള കേസുകൾ അല്ലെ. അപ്പൊ അതിന്റെ നമ്പർ എത്രത്തോളം ഉണ്ട്, അതെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം ഉൾപ്പെടും, അതെല്ലാം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ലൈഫ് ടൈം പ്രിവാലൻസ്. അപ്പൊ പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പോയിന്റ് പ്രിവാലൻസ് പറയുമ്പോൾ ഒരു സർട്ടൻ ടൈം, ഒരു പ്രത്യേക നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്ര നമ്പർ ഓഫ് കേസസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ദെൻ പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പീരീഡ് പറയുന്നുണ്ട്. ആ ഒരു 12 മാസം, പ്രധാനമായിട്ടും 12 മാസം അല്ലെങ്കിൽ ആ ഒരു ഗിവൺ പീരീഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൾഡ് സീസൺ, അതായത് ഇത്ര സമയം ആയിട്ടുള്ള ഒരു നിശ്ചിത പീരീഡ് അവിടെ പറയുന്നുണ്ട്. ആ നിശ്ചിത പീരീഡിനുള്ളിൽ ന്യൂ കേസസ് വന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യൂ കേസുകളുടെ എണ്ണം. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ലൈഫ് ടൈം ആണ്, അവിടെ ജീവിത കാലയളവ്, അവരുടെ മൊത്തത്തിലുള്ള ജീവിത കാലയളവില് എത്രത്തോളം പുതിയ പുതിയ കേസുകൾ. ഇപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം പറയണം അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ജീവിത കാലയളവിൽ ആ ഒരു പോപ്പുലേഷനിൽ എത്ര ആളുകൾക്ക് അങ്ങനെയുള്ള ഡിസീസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളുടെ നമ്പർ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? പോയിന്റ് പ്രിവാലൻസും പീരിയഡ് പ്രിവാലൻസും ലൈഫ് ടൈം പ്രിവാലൻസും ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, അതിന്റെ ഫോർമുല ഒരെണ്ണത്തിന്റെ ഫോർമുല മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, ദ നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point of time. അവിടെ ആ ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു 1 point of ടൈമില് ഡിഫൈൻഡ് പോപ്പുലേഷൻ നമുക്ക് നിർവചിച്ചിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പോപ്പുലേഷന്റെ ഉള്ള നമ്പർ ഓഫ് ന്യൂ കേസസ്, അവിടെ ഉണ്ടാവുന്ന കേസുകൾ, പുതിയ കേസുകളുടെ എണ്ണം divided by the number of people is in a defined population at the same point in time. ആ സെയിം സമയപരിധിക്കുള്ളില് എത്ര ആളുകളാണ് ആ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ എണ്ണം. എന്താണ് പോയിന്റ് പ്രിവാലൻസ് പറയുന്നത്? ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point of time. ആ ഒരു സമയം അവിടെ പറയുന്നുണ്ട്. ആ ഒരു സമയത്തിനുള്ളില് എന്താണ് നമുക്ക് നിർവചിച്ചിട്ടുള്ള പോപ്പുലേഷൻ, ഡിഫൈൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൃത്യ പോപ്പുലേഷനും നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഒരു പോപ്പുലേഷൻ ഉണ്ടാവുന്ന നമ്പർ ഓഫ് കേസസ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ. ആ സെയിം പോപ്പുലേഷനിൽ ആ സെയിം സമയത്തുള്ള ആളുകളുടെ എണ്ണം. മനസ്സിലായോ? രണ്ടെണ്ണത്തിലും ചെറിയ വ്യത്യാസം വരുന്നത് എന്താ? ആ പോപ്പുലേഷൻ സെയിം തന്നെയാണ്, ആ സമയം ഒരേപോലെ തന്നെയാണ്. ന്യൂമറേറ്ററിൽ വരുന്ന വ്യത്യാസം എന്താ? നമ്പർ ഓഫ് കേസസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? നമ്പർ ഓഫ് പീപ്പിൾ ആണ്. കിട്ടിയോ? ഫോർമുല ക്ലിയർ ആണോ? ഓക്കെ. യൂസ് ഓഫ് പ്രിവാലൻസ്. എന്താണ് പ്രിവാലൻസിന്റെ യൂസസ്? ഈ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാന്ന് നോക്കിയേ.
ഫസ്റ്റ് വൺ ആണ് ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. എന്താ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ വ്യാപ്തി കണക്കാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രിവാലൻസ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് തന്നെയാണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസസ് ഇൻ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങള്, ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസീസ് അല്ലെ, രോഗങ്ങള് വ്യാപ്തി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെങ്കിൽ രോഗങ്ങളുടെ വ്യാപ്തിയൊക്കെ കണക്കാക്കാനായിട്ട്, മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് എന്താ കണക്കാക്കാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. എന്താ, ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. നമുക്കറിയാം അപകട സാധ്യത, ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങള്, അതായത് ഒരുപാട് എന്താണ് രോഗങ്ങള് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതൊരു പോപ്പുലേഷൻ ഇപ്പൊ ഒരുപാട് പേർക്ക് ഈ രോഗം വരാൻ സാധ്യതയുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ രോഗം ബാധിച്ചവരുണ്ടാവാം. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കിലാണ് അല്ലെ, അപകട സാധ്യതയിലാണ്. അപ്പൊ അതൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ പ്രിവാലൻസ് എടുക്കുന്നത് വഴി, റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. എന്താ, ഭരണപരമായിട്ടും അതുപോലെ തന്നെ ആസൂത്രണപരവുമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഫലപ്രദമാണ്. യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ പ്ലാനിങ് നടത്താനും ആസൂത്രണം ചെയ്യാനും. ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്താല് അതിൽ നിന്ന് എന്താണ്, ഇപ്പൊ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അതിന് അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവരെ ക്യൂർ ചെയ്യണം. ആ ഒരു രോഗത്തിൽ നിന്ന് അവരെ മുക്തരാക്കാനായിട്ടുള്ള പല കാര്യങ്ങളും, ഭരണപരമായ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യണം. അപ്പൊ അതിനായിട്ടുള്ള പല രീതികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രിവാലൻസ് റേറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ കണ്ടെത്താനും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആസൂത്രണങ്ങൾ ചെയ്യാനായിട്ടും ഇതെന്താണ്, അങ്ങനെയുള്ള പ്രത്യേക ഉദ്ദേശങ്ങൾക്കായിട്ട് ഇത് വളരെ ഉപയോഗപ്രദം കൂടിയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. യൂസസ് ഓഫ് പ്രിവാലൻസില് ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങള്, രോഗത്തിന്റെ വ്യാപ്തി മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നത് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെയാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞത് യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ. ഭരണപരമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്ലാനിംഗ് പർപ്പസസ്, ആസൂത്രണവുമായിട്ടുള്ള പല ഉദ്ദേശങ്ങൾക്കും ഇത് ഉപകാരപ്രദം കൂടിയാണ്. ക്ലിയർ ആണോ? യൂസസ് ഓഫ് പ്രിവാലൻസ്, യൂസസ് ഓഫ് പ്രിവാലൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗമുണ്ടെങ്കിൽ പോലും ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികള് ഈ ഒരു പ്രിവാലൻസിനുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് പിന്നെ എന്താ പറഞ്ഞേ, ക്യാൻ ബി വ്യൂഡ് ആസ് സ്ലൈസ് ത്രൂ ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ അറ്റ് പോയിന്റ് ഇൻ ടൈം. ഇനി എന്താണ് ഇവിടെ നമ്മുടെ ആ ഒരു പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ അറ്റ് പോയിന്റ് ഇൻ ടൈം, അതായത് ഒരു നിശ്ചിത സമയത്ത് നമ്മൾ എന്താണ് അവിടെ കാണുന്നത്, അവിടെ ആ ഒരു പോപ്പുലേഷന്റെ അനുപാതം അല്ലെ, അത് ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ്. നമ്മൾ ഒരു ചെറിയ സ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു അളവ് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു പോപ്പുലേഷന്റെ അല്ലെ. നമ്മൾ ആ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു പോപ്പുലേഷന്റെ ഒരു സാമ്പിള് അല്ലെങ്കിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രമല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മൊത്തത്തിൽ അതിന്റെ മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ റേറ്റ് കാര്യങ്ങളോ നമ്മൾ എടുക്കുന്നുണ്ടോ?
ഇല്ല അല്ലെ. ആ ഒരു പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്കപ്പോ ജനറലൈസ് ചെയ്തെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ് എ പോയിന്റ് ടൈം, ഒരു കൃത്യസമയത്ത് ഒരു ചെറിയ പോപ്പുലേഷന്റെ ഒരു ചെറിയ ജനവിഭാഗത്തിന്റെ എന്താണ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം വളരെ സ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ നമുക്ക് ഈ പ്രിവാലൻസിലൂടെ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. അതൊരു പരിമിതിയാണ്. രണ്ടാമതായി പറയുന്നത് നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. എന്താ, ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം അവിടെ പരിഗണിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ പറഞ്ഞില്ലല്ലോ ആ ഒരു എത്ര നാള് മുൻപ് മുതലാണ് ഈ ഒരു രോഗം ഇവർക്ക് വന്നിരിക്കുന്നത് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ആ ഒരു പർട്ടിക്കുലർ ടൈമില് എത്ര ആളുകൾക്ക് അവിടെ രോഗമുണ്ട് എന്ന് മാത്രമല്ലേ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എത്ര ഡ്യൂറേഷനിലാണ് ആ ഒരു രോഗം, എത്ര നാള് മുതലാണ് അവർക്ക് വന്നിരിക്കുന്നത്, ആ ഒരു രോഗത്തിന്റെ ഡ്യൂറേഷൻ നമ്മൾ അവിടെ ദൈർഘ്യം നമ്മൾ അവിടെ കൺസിഡർ ചെയ്തതിൽ പരിഗണിക്കുന്നില്ല. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഓൺലി ആൻസർ who has and who do have and how many at present. എന്താ, ഇപ്പോൾ ആർക്കൊക്കെ അവിടെ രോഗമുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അതുപോലെ how many at present, ഇപ്പോൾ എത്രയുണ്ട്, ഇപ്പോൾ ആർക്കൊക്കെ അവിടെ രോഗമുണ്ട് എന്ന് മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന് മാത്രമേ നമ്മൾ അവിടെ ആൻസർ എടുക്കുന്നുള്ളൂ. നാലാമതായി പറയുന്നത് നോട്ട് ആൻസർ when and how likely the disease develop be not suit for etiological studies. എന്താ, when and how likely the disease develop, എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോൾ എങ്ങനെയാണ് ഈ രോഗം അവിടെ വ്യാപിച്ചത് അല്ലെങ്കിൽ അവിടെ ആ ഒരു രോഗം ഡെവലപ്പ് ചെയ്തത്, വികസിപ്പിച്ചത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്, എപ്പോഴാണ് ആ രോഗം അവിടെ വന്നത്, അവിടെ വ്യാപിച്ചത് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് ബി നോട്ട് സ്യൂട്ട് ഫോർ എറ്റിയോളജിക്കൽ സ്റ്റഡി. എന്താണ് എറ്റിയോളജി എന്ന് പറയുന്നത്? ദ കോസ് ആൻഡ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ഡിസീസ്, ആ ഒരു രോഗത്തിന്റെ കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലെ. ഒറിജിൻ എന്താ, അതിന്റെ ആ ഒരു ആരംഭം എവിടെ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനെയാണ് എറ്റിയോളജി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരിക്കലും സ്യൂട്ട് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ 4 ലിമിറ്റേഷൻസ് ആണ് ഈ ഒരു പ്രിവാലൻസിനെ നമ്മൾ പറഞ്ഞത്. എന്താ, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ആ ഒരു പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് എങ്ങനെയാ അനുപാതം എടുക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പോയിന്റില് ആ ഒരു പോപ്പുലേഷന്റെ ആ ഒരു പ്രത്യേക ഏരിയയില് എത്രത്തോളം വിഭാഗത്തിന് ഈ രോഗമുണ്ട്. നമ്മൾ ആ ഒരു ചെറിയ സ്ലൈസ് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള കണക്കാണ് അവിടെ എടുക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കണക്ക് നമ്മൾ അവിടെ ഒരിക്കലും എടുക്കുന്നില്ല. അതൊരു നെഗറ്റീവ് ആണ്, ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പരിമിതിയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ട്, ആ ഒരു രോഗം ബാധിച്ചാൽ എത്ര നാൾ ആ ഒരു രോഗം അവർ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോ മുതലാണ് രോഗം സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. മൂന്നാമതായി പറഞ്ഞത് only answer who has and who do have and how many at present. ഇപ്പോൾ ആർക്കൊക്കെയുണ്ട് അല്ലെ, ഇപ്പോൾ എത്ര പേർക്കുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കൊക്കെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ആൻസർ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നമ്മളവിടെ പരിഗണിക്കുന്നില്ല. നാലാമത് പറയുന്നത് എന്താ, when and how likely the disease develop. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ രോഗം വ്യാപിച്ചത് അല്ലെങ്കിൽ രോഗം ഡെവലപ്പ് ചെയ്തത്, അവിടെ വികസിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആൻസറും നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. but be not suited for etiological studies. ആ ഒരു രോഗത്തിന്റെ കോസ്, കാരണം എന്താണ്, അതുപോലെ ആ ഒരു രോഗത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ആരംഭം എവിടെ നിന്നാണ് എന്ന കാര്യങ്ങൾക്കൊന്നും, അങ്ങനെയുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ പഠനങ്ങൾക്കൊന്നും ഈ പറയുന്ന പ്രിവാലൻസ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ അനുയോജ്യമല്ല. ക്ലിയർ ആണോ? ലിമിറ്റേഷൻസ് ഓഫ് പ്രിവാലൻസ് ക്ലിയർ ആയോ? എപ്പോഴും നമ്മൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രിവാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൃത്യസമയത്തുള്ള എത്ര ആളുകൾക്ക് ഉണ്ട് എന്ന് മാത്രമല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാതെ എത്ര നാൾ മുന്നേ അവർക്ക് അത് വന്നിട്ടുണ്ട്, ഇനി എത്ര നാൾ അത് അവർക്ക് തുടരേണ്ടതായിട്ട് വരും, ഇനി അതിനുള്ള പിന്നീടുള്ള സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ എന്താണ് എന്ന രീതിയിൽ ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അറ്റ് പ്രസന്റ് എത്ര പേർക്ക് ആ പോപ്പുലേഷനിൽ എത്ര പേർക്കുണ്ട്, അതുപോലെ ചെറിയ തോതിലുള്ള കണക്കുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന കുറെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളാണ് പറഞ്ഞത്. കിട്ടിയോ ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ്? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു
ഒരു ബോക്സ് ആണ് കേട്ടോ. നോക്കിയേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതപ്പോ ഈ ഒരു ബോക്സിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ചെറിയൊരു കൺഫ്യൂസിങ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് നോക്കി വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ ആണ് കേട്ടോ. അവിടെ ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ എന്നാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രിവാലൻസിനെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, ഡിക്രീസ് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും. നോക്കിയേ, ഇപ്പൊ ഇൻക്രീസ്ഡ് ബൈ എങ്ങനെയാണ് ഒരു പ്രിവാലൻസിനെ വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രിവാലൻസ് വർദ്ധിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞില്ലേ, എങ്ങനെയാണ് പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ ഒരു കാര്യം പറഞ്ഞല്ലോ, എങ്ങനെയാ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത്? പുതിയ കേസുകൾ വരുന്ന സമയത്ത് അല്ലെ, പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രിവാലൻസ് വർദ്ധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കി, ഇൻക്രീസ്ഡ് ബൈ, ആദ്യം നമുക്ക് ഇൻക്രീസ്ഡ് ബൈ നോക്കാം, എന്നിട്ട് ഡിക്രീസ് നോക്കാം. അതല്ലേ കുറച്ചും കൂടി എളുപ്പം. നോക്കി, ഫസ്റ്റ് വൺ ആണ് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. എന്താ, ആ ഒരു ഡിസീസിന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിൽ, എന്താണ്, ആ ഒരു ഡിസീസ് ഒരുപാട് നാൾ നിലനിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫീവർ വന്നു, ഒരു ഫീവർ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ചിലർക്ക് ഇങ്ങനെയാ, ചിലപ്പോ 2-3 ദിവസം കഴിയുമ്പോൾ മാറും ഇല്ലേ? എന്നാൽ ചില ആളുകൾക്ക് ഇങ്ങനെയാ, ഇപ്പൊ ആ ഒരു ഫീവർ വന്നു, ചിലപ്പോ ഒരു എന്താണ്, ഒരു ചില ഫീവേഴ്സ് ഒക്കെ എങ്ങനെയല്ലേ, ചിലപ്പോ 1-2 ആഴ്ചയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നിർക്കും. അപ്പൊ ആ ഒരു ഡിസീസിന്റെ അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്ര നാളാണ്? ഒരു 2 ആഴ്ച നമുക്ക് നീണ്ടു നിന്നു എന്ന് വിചാരിക്കാം. ആ ഒരു 2 ആഴ്ച നീണ്ടു നിന്നാല് അവിടെ ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു പ്രിവാലൻസ് ഇൻക്രീസ് ആവോ? പ്രിവാലൻസ് ഇൻക്രീസ് ആവോ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. പ്രിവാലൻസ് എന്തുകൊണ്ടാണ് അവിടെ ഇൻക്രീസ് ആവുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അവനൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. പകരും, വെരി ഗുഡ്, പകരും അല്ലെ? അപ്പൊ അത്രയും നാൾ അവിടെ ഒരു രോഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? ഇപ്പൊ 2-3 ദിവസത്തിനുള്ളിൽ അത് മാറിപ്പോവുകയാണെങ്കിൽ ആ ഒരു 2-3 ദിവസത്തിന് അവരുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് മാത്രമേ അവിടെ പകരുന്നുള്ളൂ. എന്നാൽ ഒരു 2 ആഴ്ചയ്ക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പനിയാണ്, ഈ ഫീവർ, എന്തെങ്കിലും ഒരു രോഗമായിക്കോട്ടെ, അങ്ങനെ നീണ്ടു നിൽക്കുന്ന, അപ്പൊ ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് അവിടത്തെ പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുന്നു. ക്ലിയർ ആണോ ഫസ്റ്റ് സെന്റൻസ്? അപ്പൊ ആ ഒരു ഇൻക്രീസ്ഡ് ബൈ കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഡിക്രീസ് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമതായിട്ട് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. എന്താണ്, ഇപ്പൊ ചില പേഷ്യൻസ്, ഇപ്പൊ നമ്മുടെ പ്രായമായവർക്ക് എന്ത് ചെയ്യും, സ്വയം ചികിത്സിക്കും അല്ലെ? എന്താണ്, ചികിത്സ കൂടാതെ നമ്മൾ ഒരുപാട് നാൾ നിൽക്കില്ലേ? നിൽക്കോ? ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നിൽക്കും അല്ലെ? ഡോക്ടറെ അടുത്തൊന്നും പോയി അതെന്ത് ചെയ്യില്ല, ഭേദമാക്കാനായിട്ട് ശ്രമിക്കില്ല. അപ്പോഴും എങ്ങനെയാണ്, അതാണ് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. ഒരു ചികിത്സിക്കാതെ അവരുടെ ആരോഗ്യം എന്ത് ചെയ്യുന്നു, ഒരുപാട് രോഗികൾ അവരുടെ ആയുസ് നീട്ടുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ലെങ്കിലും അവിടെ എന്ത് പറ്റും, ആ ഡിസീസുകൾ വരുന്നതിന്റെ നമ്പർ കൂടൂലേ? കൃത്യമായിട്ട് ഇപ്പൊ ഇന്നൊരു രോഗം വന്നു, ഇപ്പൊ ഒരു ഫീവർ തന്നെ നിങ്ങൾ എടുത്തോ, ഇന്ന് നമുക്കൊരു പനി വന്നു, ആ ഒരു പനി നമ്മൾ കൃത്യമായിട്ട് അത് ചികിത്സിച്ചാൽ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും, മാറിപ്പോവും. അതേസമയം നമ്മൾ അവിടെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല, അത് ചികിത്സയൊന്നും ചെയ്യാതിരുന്നാലോ അത് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാലും നമ്മുടെ മാറിയില്ല അല്ലെ? അപ്പൊ ആ ഒരാഴ്ചക്കുള്ളിൽ എത്ര പേർക്ക് അത് പകരാനുള്ള സാധ്യത കൂടുതലല്ലേ? അതാണ് പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ എന്ന് പറയുന്നത്. ചികിത്സ കൂടാതെ രോഗികളുടെ ആയുസ് നീട്ടുക. അപ്പൊ അങ്ങനെ ചികിത്സ കൂടാതെ ഇരിക്കുമ്പോൾ അവിടെ എന്താണ്, പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കിട്ടിയോ രണ്ടാമത്തെ പോയിന്റ്? ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമതായിട്ട് ഇൻക്രീസ്ഡ് ന്യൂ കേസസ്, അതായത് ഇൻക്രീസ് ഇൻ ഇൻസിഡന്റ്. നമ്മൾ അറിയാം അല്ലെ, പുതിയ കേസുകൾ വർദ്ധിക്കുമ്പോൾ അല്ലെ, പുതിയ കേസുകൾ അല്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴും കണ്ടെത്തുമ്പോൾ അവിടെ പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്. എന്തായിരിക്കും അതിൽ? നിങ്ങൾക്ക് കോവിഡിന്റെ കാര്യം ആലോചിച്ചിട്ടില്ലേ? ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് എന്ന് പറയുന്നത്
നമ്മുടെ കോവിഡ് എങ്ങനെയാണ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? ആദ്യം എങ്ങനെയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇവിടെയാണോ ആദ്യം സ്ഥിരീകരിച്ചത്? അതെ, പുറത്ത് നിന്ന് വരുന്നവര് അല്ലെ, ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവര്, ഇങ്ങോട്ട് വരുന്നവരെയാണ് ഇൻമൈഗ്രേഷൻ. ഇവിടേക്ക് വരുന്നവര്, ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളുള്ള ആളുകള് നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻമൈഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? എന്താ ഇൻക്രീസ് ചെയ്യുന്നത്? പ്രിവാലൻസ് വർദ്ധിക്കും അല്ലെ? കോവിഡിന്റെ കേസിൽ അങ്ങനെയല്ലേ വന്നത്? അവിടെ നിന്ന് ഒന്നോ രണ്ടോ പേര് വന്നു കഴിഞ്ഞപ്പോ അതെന്ത് ചെയ്തു? ഒത്തിരി പേരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു അല്ലെ? അത് തന്നെയാണ് ഇൻമൈഗ്രേഷൻ. അപ്പൊ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന കേസുകളിൽ ഇങ്ങോട്ട് കുടിയേറ്റം ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്, അങ്ങനെയുള്ള രോഗമുള്ളവർ ഒരുപാട് പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ആ ഒരു രോഗം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി, എന്താ ഉദ്ദേശിക്കുന്നത്? ഔട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാണ് അല്ലെ? എങ്ങനെയുള്ള ആളുകളാ പുറത്തേക്ക് പോകുന്നത്? ഹെൽത്തി ആയിട്ടുള്ളവര്, ആരോഗ്യമുള്ള ആളുകൾ. രോഗമുള്ളവരല്ല കേട്ടോ, രോഗമില്ലാത്തവര്, ആരോഗ്യമുള്ളവര് പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ആരോഗ്യമുള്ളവരൊക്കെ പുറത്തേക്ക് പോയി, ആരോഗ്യമില്ലാത്തവരൊക്കെ എന്താ? ഹെൽത്തി ആയിട്ടുള്ളവര് പുറത്തേക്ക് പോവാണ്. അപ്പൊ നല്ല ഹെൽത്തി അല്ലാത്തവരൊക്കെയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നതെങ്കിൽ രോഗവ്യാപനം കൂടില്ലേ? ആരോഗ്യമുള്ളവർക്കല്ലേ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ അല്ലെ? ആരോഗ്യം കൂടുതലുള്ളവർക്കല്ലേ ആരോഗ്യ പ്രതിരോധ ശക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നില്ല? ഇവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യം കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് രോഗം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കിട്ടിയോ? അപ്പൊ ആ 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു 5 പോയിന്റ്സ് വേഗം ഒന്ന് നോക്കിയേ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണ്. ദെൻ അടുത്തത് നോക്കിയേ, ഇമ്മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. എന്താ സസെപ്റ്റബിൾ പീപ്പിൾ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? രോഗസാധ്യതയുള്ള ആളുകള് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു വരുന്നത്. രോഗസാധ്യത, അവർക്ക് ചിലപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? രോഗസാധ്യത, രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അവര് അങ്ങനെയുള്ളവരുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴും അവർക്കും വരുന്നവരിലും പലർക്കും ചിലപ്പോ എന്ത് ചെയ്യാം? ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് രോഗം സ്ഥിരീകരിക്കാം അല്ലെ? രോഗം വരാവുന്നതല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോഴും അവിടെ പ്രിവാലൻസ് കേസ് അല്ലെങ്കിൽ പ്രിവാലൻസ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Then last one ആണ് ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെച്ചപ്പെട്ട രോഗനിർണയ സംവിധാനങ്ങള് അല്ലെ? പണ്ടൊക്കെ നമുക്ക് ഇത്രയും വലിയ രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നോ? പണ്ട് ഇല്ല അല്ലെ? ഇത്രയും അധികം ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഒന്നും ഉണ്ടായില്ല. എന്നാൽ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ഫെസിലിറ്റികളാണ് നമ്മുടെ നാട്ടിൽ വന്നത് അല്ലെ? അപ്പൊ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റി കൂടിയപ്പോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, വീട്ടിലിരുന്നവരെയും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ അത്രയും അധികം ഫെസിലിറ്റികൾ നമ്മുടെ നാട്ടിൽ, മെച്ചപ്പെട്ട ഫെസിലിറ്റികൾ വന്നപ്പോ കൂടുതൽ രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അല്ലെ? അതുവഴിയും എന്താവുന്നുണ്ട്? പ്രിവാലൻസ് റേറ്റ് കൂടുന്നുണ്ട്. കിട്ടിയോ? അത് ആ ഒരു ബോക്സ് ക്ലിയർ ആയോ? ഇൻസിഡൻസിന്റെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ഡിക്രീസ് ചെയ്യുന്നതിലോ നോക്കിയേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നോക്കും. എന്താ? ഫസ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിൽ എന്താ പറഞ്ഞ? അവിടെ ദൈർഘ്യം, ആ ഒരു രോഗത്തിന്റെ സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗസാധ്യതയുള്ളവരുടെ എണ്ണം, രോഗസാധ്യതയുള്ള ആളുകള്. കിട്ടിയോ? Then decreased by നോക്കി, decreased by shorter duration of the disease. ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം കുറവാണെങ്കിൽ അവിടെ പ്രിവാലൻസ് റേറ്റ് എന്ത് ചെയ്യും? കുറയും അല്ലെ? നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്. എന്താണ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ? മരണനിരക്ക് കേട്ടോ. മരണനിരക്ക് മറ്റൊരു പേരിൽ നമുക്ക് പറയാവുന്നതാണ് ഫെറ്റാലിറ്റി റേറ്റ്. നോക്കിയേ, മരണനിരക്ക്. അപ്പൊ ഹൈ കേസ്, അങ്ങനെയുള്ള മരണനിരക്ക്, രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക്. അപ്പൊ ഒരു രോഗം വന്ന് ആളുകൾ മരണപ്പെട്ടു പോവുകയാണെങ്കിലും അവിടെ പ്രിവാലൻസ് റേറ്റ് കുറയില്ലേ?
നമ്മൾ പറഞ്ഞതാണ് നേരത്തെ അല്ലെ, രോഗം വന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ പ്രിവാലൻസ് റേറ്റ് കുറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിക്രീസ് ഇൻ ന്യൂ കേസസ്, പുതിയ കേസുകളുടെ എണ്ണം കുറയുന്നത് വഴിയും പ്രിവാലൻസ് റേറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, നല്ല ആരോഗ്യമുള്ള ആളുകള് കൂടുതൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, ഇവിടെ ഉള്ള രോഗമുള്ളവർ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്, എന്താ വന്നിട്ടുള്ള നിലവില് നമുക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവരും മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ആ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുന്നത് കൊണ്ടോ അവിടെ ഡിക്രീസ് ആവുന്നുണ്ട്. എന്ത് പ്രിവാലൻസ് റേറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്. നോക്കി അതൊന്ന് രണ്ടെണ്ണം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചേ. രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും നിങ്ങൾക്ക് അടുത്ത ഭാഗം നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ഒരു ബോക്സിൽ നിന്ന് എപ്പോഴും ഒരു പ്രാവശ്യം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് തന്നെ അടുത്തത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ ലോങ്ങർ ഡ്യൂറേഷൻ ആണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്താ ഷോർട്ടർ ഡ്യൂറേഷൻ ആണ് അല്ലെ. ഇവിടെ ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം കുറയുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രിവാലൻസ് റേറ്റ് കുറയുന്നുണ്ട്. മറ്റത് എന്താ പറഞ്ഞേ, ഒരുപാട് നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, ചികിത്സിക്കാതെ ഒരുപാട് നാൾ ആ ഒരു രോഗം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രിവാലൻസ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവുന്നുണ്ട്, ആ ഒരു രോഗം വന്നവർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു ഡിസീസിന്റെ ആ ഒരു രോഗവ്യാപനത്തിന്റെ നിരക്ക് കുറയും. ഡിക്രീസ്, പുതിയ കേസുകൾ വരുന്നതിന്റെ എണ്ണം കൂടുമ്പോൾ പ്രിവാലൻസ് റേറ്റ് കൂടുന്നു, പുതിയതിന്റെ കേസുകളുടെ എണ്ണം കുറയുമ്പോൾ പ്രിവാലൻസ് റേറ്റ് കുറയുന്നു. നെക്സ്റ്റ് എന്താ പറയുക, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, പുതിയ നമ്പർ ഓഫ് കേസസ് ഈ രോഗമുള്ളവര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രിവാലൻസ് റേറ്റ് കൂടുന്നുണ്ട്. അതേസമയം നേരെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത്, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി ആളുകളാണ് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്, രോഗമുള്ളവരല്ല, ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ പ്രിവാലൻസ് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നവര് ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിൽ അവിടെ പ്രിവാലൻസ് റേറ്റ് കൂടും. അതേസമയം മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് ഇങ്ങനെ രോഗമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ എണ്ണം കുറയല്ലേ, അപ്പൊ പ്രിവാലൻസ് റേറ്റ് സ്വാഭാവികമായിട്ടും കുറയും. എന്താ പറഞ്ഞത്, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, വളരെ രോഗസാധ്യതയുള്ള ആളുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് പ്രിവാലൻസ് റേറ്റ് കൂടുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, മെച്ചപ്പെട്ട നമ്മുടെ ആരോഗ്യ രോഗനിർണയ ഫെസിലിറ്റികളിൽ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നത് വഴി പുതിയ പുതിയ കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് എന്താണ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ചികിത്സകൾ കൊടുത്ത് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, സുഖപ്പെടുത്തുന്നു. ആ ഒരു രോഗത്തിൽ നിന്നും അവർ സുഖം പ്രാപിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, പ്രിവാലൻസ് റേറ്റ് കുറയുന്നു. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.